വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ 14, അതായത് ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെന്ന് വെച്ചാല് LKG UKG 2ാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ ഞാൻ ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടുമായിരുന്നു. അത് ഒരു പ്രത്യേക രസമായിരുന്നു. ആ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സംഭവം. കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റി. കുറെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. കുറെ പിള്ളേരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ വേഷം, രാധയുടെ വേഷമൊക്കെ ഇട്ട്, കുചേരന്റെ വേഷമൊക്കെ ഇങ്ങനെ നടന്ന് നല്ല രസകരമായിട്ട് വരായിരുന്നു. ഓടക്കൂടിലൊക്കെ ഓടിച്ച് കണ്ടില്ലേ ഫോട്ടോസൊക്കെ. അങ്ങനെയൊക്കെ നല്ല രസകരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു അതൊക്കെ, ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു LKG തൊട്ടിട്ട് ശ്രീകൃഷ്ണനായിട്ടാണ് വേഷം കെട്ടിയത്. അങ്ങനെ കെട്ടി അവസാനം 7ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അന്നും കൂടിയും കെട്ടി. ശ്രീകൃഷ്ണന്റെ അല്ല, കുചേലന്റെ ആയിരുന്നു. കെട്ടുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. മുട്ടയൊക്കെ അടിച്ച് ചെറിയൊരു കുടുംബമായിട്ട് നമ്മുടെ മനസ്സിലും ചിത്രം വരയിലും എല്ലാത്തിലും ഒരു കുടുംബമൊക്കെ ആയിട്ടാണല്ലോ കുചേലെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു രൂപത്തിൽ പൂർണ്ണതൊക്കെ കെട്ടി, ഒരു ഭസ്മൊക്കെ തേച്ച്, അവൽപ്പൊതിയുടെ കിഴിയായിട്ട്, അതുപോലെ തന്നെ മുണ്ട കൊടുത്ത്, ഓലക്കൊടയൊക്കെ വെച്ച്, ചന്ദനൊക്കെ ഇങ്ങനെ ചന്ദനല്ല ഭസ്മൊക്കെ തൊട്ട് ആ ഒരു രൂപത്തിൽ അണിഞ്ഞ് ഇങ്ങനെ നമ്മൾ 7ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പോൾ കുചേലൻ മുത്ത് വെച്ച് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അതും നല്ലൊരു നിമിഷമാണ്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടുമ്പോൾ എന്ന് വെച്ചാൽ 2 സൈഡിൽ ഇങ്ങനെ പട്ടയൊക്കെ ഇട്ട് ഒരു രാജാക്കന്മാരുടെ സങ്കല്പത്തിൽ ആ രീതിക്ക് പിന്നെ മാല കുറെ ഇടും. 3-4 മാലയൊക്കെ ഇട്ട് സ്റ്റിക്കും മേക്കപ്പും കണ്ണൊക്കെ എഴുതി ഭംഗിയുണ്ട്. ആ രീതിക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ അരപ്പട്ട പോലത്തെ സംഭവങ്ങളും നീല പട്ടണിയിട്ടിട്ടുള്ള നമ്മുടെ ഈ ഉണ്ടല്ലോ പാൻറ് പോലെ നിക്കർ പോലത്തെ അതും, മറ്റേ ഈ കാലിലിടണ തളമൊക്കെ ഉണ്ടല്ലോ, വള പോലെയൊക്കെ ഇട്ട്, കയ്യിലും അതേപോലെ ഇട്ട്, മണി പോലത്തെ സാധനമൊക്കെ ഇട്ട് അങ്ങനെ ഭയങ്കര ഒരുക്കാണ്. പിന്നെ കിരീടം ഇങ്ങനെ വെച്ച് ചെറിയൊരു ഓളക്കുള്ളും ഉണ്ടാവും. അതൊക്കെ വെച്ച് ഘോഷയാത്രയിൽ പങ്കെടുത്തു. അതൊക്കെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഹരി ഓം